ഒരെണ്ണം ചത്തവിടെ വീണ് കൊടമഞ്ഞ്. കണ്ടു കാണല്ലേ. അയ്യോ. വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് ഈസ് കൊച്ചിമച്ചാൻ. സോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. ഇത് നമ്മുടെ വണ്ടി നല്ല മഴ ഉണ്ടായി. ഞങ്ങൾ ചണ്ഡീഗഡിലാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഡേ നമ്മുടെ അനുരാഗ് അവിടെ ഉണ്ട്. നമ്മൾ സെറ്റാണ്. നമ്മൾ ഗ്രൂപ്പ് എ ആട്ടോ. അപ്പോൾ ഗ്രൂപ്പ് എ ആദ്യം പോവും, പിന്നെയാണ് നമ്മുടെ ഗ്രൂപ്പ് ബി പോണേ. അപ്പോൾ നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വ്ളോഗ് തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അത്യാവശ്യം വലിയ ഹോട്ടലാണ്, അത്യാവശ്യം നല്ല വലിയ 5 സ്റ്റാർ ഹോട്ടലാണ്. രാവിലെ നല്ല മഴ ആയിരുന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പെട്ടെന്ന്, പക്ഷേ എന്തോ ഭാഗ്യത്തിന് മഴ ഇപ്പോൾ കുറവുണ്ട്. പിന്നെ നമ്മുടെ യാത്ര മണാലിയാണ്. ഏകദേശം 330 കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് മണാലിയിലേക്ക്. മഴ കുറവായിരിക്കും എന്നാണ് കേട്ടത്. 2 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി. ഞങ്ങൾ മണാലി വഴി ആണ് ലേ പോണത്. ഗ്രൂപ്പ് ബി സ്പിത്തി വഴിയായിരിക്കും ലേ പോണത്. പക്ഷേ ഈ ഗ്രൂപ്പ് ബി തന്നെ പിന്നെയും ഈ സെയിം റൂട്ടാണ്, ബട്ട് 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു എന്നേ ഉള്ളൂ. ചണ്ഡീഗഡ് ഇതൊരു IT പാർക്ക് ഏരിയ ആണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം സമാധാനമുണ്ട്, സൈലൻ്റ് ആണ്. ഓഫീസ് ടൈമിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വന്നത്. അല്ലാത്ത സമയത്ത് അങ്ങനെ ഒരു ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. നമുക്ക് അവിടെ കുറച്ച് മൗണ്ടൻസ് ഒക്കെ കാണാം, കുറച്ച് മലനിരകളൊക്കെ ആ സൈഡിൽ കാണാം. സൺഡേ ആണ്. അപ്പോൾ നമ്മൾ മൂന്നാർ സൺഡേ പോയാൽ എങ്ങനെ ഇരിക്കും, സൺഡേ സാറ്റർഡേ ഒക്കെ പോയാൽ അതേ അവസ്ഥ തന്നെ ഇരിക്കും. കാര്യം മണാലി എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് ഒരു അടുത്തുള്ളൊരു ഡെസ്റ്റിനേഷനാണ്. 300 കിലോമീറ്റർ ഉള്ളൂ അവർക്ക്. കണ്ടോ മഴ, മഴ എത്രത്തോളം മഴ പെയ്തു എന്നുള്ളതിൻ്റെ ഒരു അളവാട്ടോ ഈ കാണുന്നത്. പെട്രോൾ അടിക്കാം. ഇവിടെ പെട്രോളിൻ്റെ റേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കിയേക്കാം എന്തായാലും. ഓക്കെ, സോ ഇവിടെ പെട്രോളിൻ്റെ റേറ്റ് 96.2. കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്, 100-ന് താഴെയുള്ള റേറ്റൊക്കെ. അപ്പോൾ ഞാൻ ബാഗ് കെട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ബാഗിൽ വെച്ചേക്കണേ. ബാക്കിയെല്ലാം ഞാൻ എടുത്ത് നമ്മുടെ ബാക്കപ്പ് വണ്ടിയിലുണ്ട്. നമുക്ക് ലഗേജ് വാൻ ഉണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് കയറ്റിവിടാം. കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. ഒരു BS6-ലെ ഏറ്റവും പുതിയ വേർഷൻ. ഇതിൽ മെയിൻ വ്യത്യാസം വന്നേക്കണേ ഞാൻ എൻ്റെ റിവ്യൂ വീഡിയോയിൽ ഞാനിട്ടുണ്ടാവും. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ മെയിലിൽ വരും, അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട് ഇറ്റ്സ് പ്രിറ്റി മച്ച് ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി. സോ ഫുൾ ടാങ്ക് അടിച്ചു. നമുക്ക് ഏകദേശം ഒരു 950 റുപ്പീസായി നമുക്ക് ഫുൾ ടാങ്ക്. മേയ്ക്കാൻ ആരുമില്ലാത്ത ആട്ടിൻകുട്ടികളെ പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. എങ്ങോട്ടാണ് പോകുന്നിട്ട് എനിക്ക് തോന്നുന്നുള്ള ആർക്കെങ്കിലും അറിയാതെ. ലീഡിനെ കാണാനും ഇല്ല. ഇവിടുത്തെ സ്പീഡ് ഭയങ്കര സീനാണ്. ഇവിടെ 45 ആണ് സ്പീഡ്. അപ്പോൾ അതിൽ തന്നെ പോകണം, അല്ലെങ്കിൽ ഫൈൻ അടിച്ചിട്ടും. മാറി ഓടിക്കും. അല്ല, ഇന്ന് എന്തായാലും 330 കിലോമീറ്റർ ഉണ്ട് അവിടം വരെ എത്താൻ. നമ്മൾ എത്തുമ്പോൾ ഒരു സമയം ആവും എന്തായാലും. അപ്പോൾ പോവാം. ഇതാണ്ടോ മഴക്കാലത്ത് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല. ആ വെള്ള സീബ്ര ലൈൻ്റെ മുകളിലാണ്. അതാണ് അവർ സ്കിഡായി പോയത്. അവിടെ നിന്ന് അങ്ങനെ സ്കിഡായി ഒറ്റ പോക്കാം. അയാളുടെ ഹെൽമെറ്റ് നോക്കി. ഭാഗ്യം ചെറിയ വീഴ്ചയാക്കണമെങ്കിൽ, വലിയ വീഴ്ചയാക്കണമെങ്കിൽ തീരുമാനമായേനെ ആളുടെ കാര്യം. വീഡിയോ കണ്ടതിനും ഞാൻ നിങ്ങൾക്ക് ഒരു ഗെയിം പരിചയപ്പെടുത്തുന്ന ഗെയിമിൻ്റെ പേര് ലക്കി ജെറ്റ് എന്നാണ്. അപ്പോൾ ഈ ഗെയിം കളിച്ച് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പൈസ ഉണ്ടാക്കാൻ, അതുകൊണ്ട് പൈസ പോകാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. നോ കമ്മീഷൻ ആൻഡ് ഈസി വിഡ്രോവലാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം. പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 1 മിനിറ്റിൽ നമ്മൾ ലക്കി ജെറ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ഗെയിം സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഗെയിമിൻ്റെ മെയിൻ ഒരു എയിം എന്താണെന്ന് വെച്ചാൽ പൈലറ്റ് കോഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പൈസ വിഡ്രോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 2 ബെറ്റ് പ്ലേസ് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ 2 ബെറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ബെറ്റ് ചെയ്യുന്നപ്പോൾ ഫസ്റ്റ് ബെറ്റ് ചെയ്യുന്നെങ്കിൽ 2325 രൂപ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ബെറ്റും കൂടെ നമുക്ക് നോക്കാം. സെക്കൻഡ് ബെറ്റിൽ നിന്ന് നമുക്ക് 3195 റുപ്പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇതിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് വെച്ച് നമുക്ക് പൈസ ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൂടാണ്ട് നമുക്ക് മെയിൻ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ വ്യൂവേഴ്സിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും 1 വിൻകാർ ഒരു 25,000 റുപ്പീസിൻ്റെ ഒരു ബോണസ് വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 25,000 റുപ്പീസ് വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്ക് Paytm വഴി എനിക്ക് പൈസ ഇത് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പയ്യെ മലനിരകളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. അത് ഈ ബ്രിഡ്ജ് കഴിയുമ്പോൾ ഉള്ള ഒരു വ്യൂ കണ്ടു കേട്ടോ. നല്ല രസമുണ്ട്. ഭംഗി കൂടി വരും കേട്ടോ. നമ്മൾ കൂടുതൽ പോകുമ്പോൾ തോറും എന്തായാലും മതിയാവാത്ത ഒരു വ്യൂ ആട്ടോ ഈ ഒരു മൗണ്ടൻ വ്യൂ. ബിക്കോസ് നമ്മൾ ജീവിക്കുന്ന ഒരു സിറ്റിയിലാണ്. അവിടെ കാണുന്നത് 20 നില 50 നില ബിൽഡിങ്, ബ്ലോക്ക്, അതും ഇതൊക്കെ ഇരിക്കും. ബട്ട് ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അതൊരു വേറെ തന്നെ. അതൊന്ന് കണ്ട് തുടങ്ങുമ്പോൾ അല്ലേ, അത് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മൾ കയറി തുടങ്ങി കേട്ടോ. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആർ ഹിയർ. നല്ല രസമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഹിമാലയൻ്റെ ആ ഒരു ബോട്ടമെൻറ്റിൻ്റെ ഒരു യൂസ് മനസ്സിലാവുന്നത് കേട്ടോ.
പിന്നെ ഇവിടുത്തെ ഏറ്റവും ഭ്രാന്ത് ഇവിടുത്തെ ലോറിക്കാരും വണ്ടിക്കാരും ഭയങ്കര സീനാട്ടോ. നമ്മൾ ഹോൺ അടിച്ചില്ലെങ്കിൽ ഇവന്മാർ റോങ് സൈഡ് കയറി വന്ന് ഭയങ്കര കുറേ പേർക്ക് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് ഇത്. അപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഓടിക്കൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും ഞാൻ നല്ല രീതിയിൽ ഹോൺ അടിച്ച് തന്നെയാണ് ഞാൻ ഓരോ കേവ് കൊടുക്കണത്. പേടിയാണ് പറയാൻ, പൊട്ടന്മാരാണ് ഇവരൊക്കെ. ഓപ്പോസിറ്റ് വഴി വളവിലൊക്കെ കയറി വരും. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഹോൺ അടിച്ച് എടുക്കണ. കാര്യം അടിച്ചാൽ ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും ഹോൺ, പക്ഷേ അതുകൊണ്ട് നമുക്ക് ജീവിതം രക്ഷപ്പെടും. ഒരു 55 കിലോമീറ്ററിൽ ഇന്നത്തെ ലഞ്ച് സ്റ്റോപ്പാണ്. നമുക്ക് 55 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ലഞ്ചിന് വേണ്ടി സ്റ്റോപ്പ് ചെയ്യും. തോറും ഫുഡിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അങ്ങ് മേളിലേക്ക് പോകുമ്പോൾ തോറും ഫുഡിൻ്റെ ടേസ്റ്റും അതുകൂടാണ്ട് കിട്ടുന്ന ഫുഡിൻ്റെ ഓപ്ഷൻസും കുറവായിരിക്കും. ലിമിറ്റഡ് ഫുഡ് അവൈലബിലിറ്റി ആയിരിക്കും. കാരണം നല്ല മേളിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ഒന്നും ഇല്ല. പിന്നെ മൂന്നാറിൻ്റെ അവസ്ഥയിൽ ഞായറാഴ്ചയൊക്കെ മൂന്നാർ പോയാൽ എന്താ ബ്ലോക്ക് മാത്രം. മലയിൽ നമ്മൾ ചുമ്മാ പിന്നെ നല്ല സസ്പെൻഷനാണ്. എഴുന്നേറ്റ് നിന്നാൽ പിന്നെ ഒന്നും അറിയണ്ട, ബാക്കി വണ്ടി നോക്കിക്കോളും. അതുകൊണ്ട് അതിൻ്റെ ഒരു സുഖമുണ്ട്. നല്ല റോഡ് കണ്ടത് ഈ പാലം മാത്രം കഴിഞ്ഞ്, നല്ല റോഡൊക്കെ കഴിഞ്ഞു തോന്നുന്നു. അയ്യോ, ഒരെണ്ണം ചത്തവിടെ വീണ് അതിനെ നോക്കി നിൽക്കുവാന്ന് തോന്നുന്നു പാവം. അപ്പോൾ ഗൈസ് സമയം ഏകദേശം 2 മണിയായി. ഞങ്ങളൊരു ഹോട്ടലിൽ നിർത്തി, ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ കേട്ടോ. പുറത്തേക്ക് ഇനി ഇവിടെയുള്ള എല്ലാ സ്ഥലത്തും എവിടെ പോയി ഇരുന്നാലും ഇങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും കിട്ടാൻ പോണേ. നല്ല മലനിരകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ കഴിക്കണത് ദാൽ ഖിച്ചടി. Not the best I've had, but good. അപ്പോൾ ആൻഡ്രാക്ക് ഈ നമ്മൾ ഈ സാധനമൊന്നും അങ്ങനെ കഴിക്കാറില്ലല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ പുള്ളി സ്ഥിരം കഴിക്കുന്നുണ്ട്. പുള്ളി പറയും എന്താ സാധനം, പുള്ളിയാണ് സജസ്റ്റ് ചെയ്യണം ഓരോ സാധനങ്ങൾ കഴിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇനി ഞങ്ങൾക്ക് ഏകദേശം ഒരു 180 കിലോമീറ്റർ ഉണ്ടാവും, 180 കിലോമീറ്റേഴ്സ്. പിന്നെ നമ്മൾ മണാലി എത്തി. അവിടെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണെന്ന് കേട്ടില്ലേ. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ വഴിയെ കാണാം. കുറച്ച് ടയേർഡായിട്ടുണ്ട്, ഫുഡ് കറക്റ്റ് സമയത്ത് കഴിച്ചില്ല അതുകൊണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പോൾ ഫുഡ് കഴിച്ചു. നമ്മൾ തിരിച്ചു വണ്ടിയുടെ മുകളിൽ കയറി റൈഡും കാര്യങ്ങളൊക്കെ തുടങ്ങി. കുറച്ച് മാറിയപ്പോഴത്തേക്കും സീനറി മാറി മോനെ. ഇനിയാണ് നമ്മൾ ശരിക്കും മല കയറി തുടങ്ങണം കേട്ടോ. എന്നാലും എത്തൂലല്ലേ, നമുക്ക് 19,000 അടി ഉയരത്തിൽ പോകാനുള്ളതാണ് നമ്മുടെ ഉംലിംഗ്ല പാസിലേക്ക്. അപ്പോൾ നമ്മൾ ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഓ വെള്ളത്തിൻ്റെ കളർ നീല, എൻ്റെ പൊന്നോ. ഇവിടെ എത്തിയപ്പോൾ ചെളിവെള്ളമായിപ്പോയി, അതെന്താണോ? ഓ അവിടെ വേറൊരു ഡാം കണ്ടോ. ഡാം മിക്സ് ആകുമ്പോൾ വെള്ളത്തിൻ്റെ കളർ ബ്രൗൺ കളറാവണം. അത് കൊള്ളാം. വെയിലുണ്ട് കേട്ടോ. ടെമ്പറേച്ചർ 40 ഡിഗ്രിയാണ് വണ്ടിയിൽ കാണിച്ചത്. എങ്ങനെ വല്ല ഒരു 33 ഉണ്ടാവും. അത്ര തണുപ്പുള്ള സ്ഥലം എന്നൊന്നും പറയാനൊന്നും ഇല്ല. പക്ഷെ ഉള്ളിൽ ഞാൻ വേർത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഹെയർ പിൻ ടേൺ. വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് റോഡ്സ് എന്ന് തന്നെ വേണേൽ പറയട്ടെ ഇവിടുത്തെ. കാര്യം നിങ്ങൾ ഇവിടുത്തെ അവസ്ഥയൊക്കെ നോക്കി, എപ്പോൾ വേണമെങ്കിലും ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാം. റിസ്ക് ഉള്ള ഏരിയയാണ്, ഇല്ലയെന്ന് പറയില്ല. ഓ നല്ല പൊടി, കോടമഞ്ഞ്. ഓഹോ കണ്ണ് കാണല്ലേ. അയ്യോ, ഈ പിള്ളേർ കൊള്ളാം. ഈ കൊടി കണ്ട ആൾക്കാർ വണ്ടിയൊക്കെ മാറി തന്നെ ഉണ്ട്. എന്ത് കൊടിയാണോ എന്തോ. ഇതൊരു ഡാം ആട്ടോ ഈ പണിതേക്കണ. ഡാമിൻ്റെ മേളിൽ കൂടിയാണ് നമ്മൾ പോണത്. സാധനം കൊള്ളാം എന്തായാലും. ആഹാ എന്താ ഭംഗി. അവിടെ വെയിലൊക്കെ അടിക്കണാണേ, സൂപ്പറായിട്ടല്ലേ. പിന്നെ കൊടിയുള്ള മച്ചാന്മാർ വന്നിട്ടുണ്ട്. ഉമാരുടെ വണ്ടി കണ്ട ആൾക്കാർ വഴി മാറി കൊടുക്കുന്നുണ്ട്. ഈശ്വര, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തിൻ്റെ അടിയിലാണോ ദൈവമേ ഞാൻ നിൽക്കണത്. കറക്റ്റ് ലോറിക്കൊക്കെ പോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കണ ഗ്യാപ്പ് പോലെ ഉണ്ട് കേട്ടോ. ഈശ്വര, കറക്റ്റ് കട്ടിങ് കൊള്ളാം. സമയം 5:30. ഞങ്ങൾക്ക് ഇനിയും 80-90 കിലോമീറ്റർ ബാക്കിയുണ്ട് ടു മണാലി. കുഴപ്പമില്ല, നല്ല സുഖമുണ്ട്, നല്ല ചൂടുണ്ട്. വണ്ടിയിൽ 40 ഡിഗ്രിയാണ് കാണിക്കണേ. ഇവിടെ വലിയ തണുപ്പൊന്നും ആയിട്ടില്ല, അതിനുള്ള സ്ഥലങ്ങളൊന്നും ആയിട്ടില്ല. അത് കൊള്ളാം. അതെന്താണ് കിളിക്കുഞ്ഞ. അതേ കൊടിയുള്ള മച്ചന്മാരെത്തി. അപ്പോൾ അവിടെ കൂടെ ടണലും ഉണ്ട് കേട്ടോ. ഇപ്പം എന്തോ വലിയ ടണലും കൂടെ വന്നാൽ പിന്നെ ഈ വഴി ഭയങ്കര സിമ്പിളാവും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആ ഒരു പാലമാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ ടണൽ വന്നാൽ പിന്നെയും കഴിഞ്ഞ് കണ്ടോ. അങ്ങനെ മോശം റോഡുകൾ കഴിഞ്ഞു. ഇതേപോലത്തെ റോഡുകളാണ് ആ മോശമായി കിടക്കുന്ന റോഡിൽ വരാൻ പോണേ കേട്ടോ. ടാർ ചെയ്ത് ഫുൾ സെറ്റ് ആകാൻ പോണത്. ഇതേപോലത്തെ സാധനങ്ങളാണ് വന്നെ. ടണൽ ഇരുട്ട് ആകെ ഇരുട്ടേ ഉള്ളൂ. നല്ല പൊടി. വൈസറൊന്ന് പൊക്കി നോക്കിയതാണ്, വേണ്ടായിരുന്നു.
ഇത്രയും വലിയ ടണലിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ. എൻ്റെ പൊന്നോ, ഇത് അങ്ങ് കിടക്കുവാട്ടോ. ഇത് സീനായത് അങ്ങ് ദൂരെ കിടക്കുവാണ് ടണല്. ചെറിയ ടണലൊന്നും അല്ല, നല്ല സെറ്റപ്പ് ടണലാണ്. എനിക്ക് തന്നെ ഈ ടണൽ വന്നാൽ അപ്പം തന്നെ ഒരു 10 കിലോമീറ്റർ കുറഞ്ഞിട്ടുണ്ടാവും. കാര്യം ഇങ്ങനെ ചുറ്റി പോണ നേരെ തുരന്നങ്ങോട്ട് എടുത്തേക്കുക. ടണൽ തീർന്നിട്ടില്ല, ശ്രദ്ധയ്ക്ക്. എനിക്ക് തന്നെ ഇപ്പോൾ ഏകദേശം 2 കിലോമീറ്റർ ആയിട്ടുണ്ടാവും. ഇതുവരെ ടണൽ തീർന്നില്ല. ഒരു വെളിച്ചം കണ്ടപ്പോൾ ഒരു സമാധാനം. അടുത്ത് വരുമ്പോൾ ഓക്സ് ലൈറ്റ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. 5000 രൂപ. ഓക്സ് ലൈറ്റ്സ് ഇവിടെ അല്ല. അപ്പോൾ എല്ലാവരും വന്നാൽ എല്ലാവരുടെയും ഓക്സ് ലൈറ്റ്സ് എല്ലാം തുണിയൊക്കെ വെച്ച് സോക്സൊക്കെ വെച്ച് കെട്ടിയിട്ട് മറച്ചൊക്കെ വെച്ചാണ് എല്ലാവരും ഇപ്പോൾ ഓടിക്കണേ. അപ്പോൾ ഏതോ ഒരു ടൗൺ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നണത് കുളു ആണെന്നാ കേട്ടോ തോന്നണു, നോട്ട് ഷുവർ. ഞങ്ങളപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയപ്പോഴത്തേക്കും എന്തായാലും ഈ റോഡ് കാലിയായി കിടക്കുമായിരുന്നു, ബ്ലോക്ക് ചെയ്തേക്കണായിരുന്നു. അവിടെ നിന്നാണ് എൻട്രി ഇട്ടത്. അവിടെ നിന്നായിരുന്നു എൻട്രി. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ. ഇതേ കണ്ടോ, ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ വ്യൂ. എനിക്ക് തന്നെ കുളുവാന്ന് തോന്നുന്നു ഈ സ്ഥലം. ടീംസൊക്കെ ഓരോന്നായിട്ട് പോകുന്നത്. ഇതൊക്കെയാണ് വ്യൂ. അവിടെ ഒരു മല, ഇപ്പുറത്തെ ഒരു മല, അവിടെ ഒരു ഫുൾ ടൗൺ. പിന്നെ ഒരു രക്ഷയില്ലാത്ത ഒരു ക്ലൈമറ്റ് ആയി തന്നെയുള്ളൂ കേട്ടോ. ഇപ്പോഴും ചൂടാണ്, അത്ര തണുപ്പൊന്നും പറയാനില്ല. നല്ല കാറ്റാണ്, നല്ല രീതിയിൽ കാറ്റുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിമാലയൻ ഫുൾ ചെടിയൊക്കെ. ഈ ബൂട്ടിൻ്റെയൊക്കെ അവസ്ഥ നോക്കി, ഫുള്ള് വന്നതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഏകദേശം ഒരു 14 കിലോമീറ്റർ ഉണ്ടാവും കുളു, പിന്നെ ഒരു 40 കിലോമീറ്റർ ഉണ്ടാവും മണാലി. അവിടെ നിന്ന് പിന്നെ ഒരു 12 കിലോമീറ്ററാണ് നമ്മുടെ റിസോർട്ടിലേക്ക് ഇട്ടത്. ഞാൻ ഇങ്ങനെ പിടിക്കണമെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായതുകൊണ്ടാണ്. അപ്പോൾ 12 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ റിസോർട്ടിൽ കയറും നമ്മൾ. അപ്പോൾ നമുക്ക് പയ്യെ തെറിക്കാം. നമുക്ക് നമ്മുടെ അനുരാഗിൻ്റെ അടുത്ത് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. അനുരാഗ്, how is the trip, man? What? How is the trip It is now? beautiful, Till now. yeah, beautiful. How is the bike? It's made up for every boring moment that I've had till now. It's made up for everything. Beautiful. I think I've this is never cool. been at such scenic locations ever in my life. Yeah, like, me also the same time, first time coming to Manali, so it's great on a bike. അതും ഹിമാലയൻ കേട്ടോ, കൊള്ളാം. അപ്പോൾ ഇപ്പോൾ ഇരുട്ടാവാറായി. സൂര്യൻ അവിടെ നിന്ന് താഴത്തേക്ക് പോയ പരിപാടി തീരും. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളിവിടെ നിന്ന് തെറിക്കട്ടെ. നമ്മൾ മണാലി ഓൾമോസ്റ്റ് എത്തിയിട്ട്. അതെ, ഇതാ മണാലി ടൗണിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. തിരക്കിൻ്റെ ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. തിരക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ മണാലിയിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഉണ്ട്. എൻ്റെ കാര്യത്തിൽ ചെറിയൊരു തീരുമാനമായിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒരു തൊണ്ടവേദനയും പനിയും ഒരു ലക്ഷണം കാണുന്നു. ഹോപ്പ്ഫുള്ളി നാളത്തേക്ക് അത് മാറി. അപ്പോൾ തണുപ്പായിട്ടുണ്ട് കേട്ടോ. തണുപ്പും കൂടെ അടിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ ഇല്ല, നമ്മൾ നാളെയും വണ്ടി ഓടിക്കും. നമുക്ക് പയ്യെ റെസ്റ്റൊക്കെ എടുക്കാം. ഇന്ന് ഫുൾ പോയി റെസ്റ്റൊക്കെ എടുത്ത് ചില്ല് ചെയ്യാം. വാട്ട് എ വ്യൂ. ഇതൊക്കെ ഒരു കാലത്ത് ഒലിച്ചു പോയിട്ടുണ്ട് കേട്ടോ. പണ്ട് മറ്റേ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോഴത്തേക്കും ഈ റോഡുകളും പിന്നെ കുറേ ബസ്സുകളൊക്കെ ഒരു ഒലിച്ചു പോകുന്ന ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കേ, സോ ഹിയർ വി ആർ. ഓ മാൻ, അത് എന്താ സാധനം അത്. എൻ്റെ പൊന്നെ, തൂക്കുപാലോ, അടിപൊളി. ഓ, താഴെ വെള്ളം. അനുരാഗ്, ആർ യു സ്കേർഡ്? മോനെ, ഇതാണ് എല്ലാവരും പോണ ഒരു പാലം. പൊളി. ഓഹ്, എന്താ വെള്ളം, തുള്ളിച്ചാടി അവനെ. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ ആ റിസോർട്ട്. റൈറ്റ്. ഓ, ഇതാണല്ലോ സ്ഥലം, കൊള്ളാം. ഓ, ബാഗൊക്കെ ഓൾറെഡി എത്തിയോ? അപ്പോൾ റൂം എത്തിയിട്ടോ, ഒന്ന് കുളിച്ച് ഫ്രഷ് ആയപ്പോഴത്തേക്കും കുറച്ച് ഉഷാറായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഭയങ്കര ക്ഷീണമായി പോയി, ഭയങ്കര വയ്യാണ്ടാവണ പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ പോയി റെസ്റ്റ് എടുക്കാം. ജസ്റ്റ് ഒരു ഗുളികയൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടു. നല്ല ഡിന്നറും പരിപാടിയൊക്കെ ആയിരുന്നു. രാവിലെ നമുക്ക് ഈ പ്രോപ്പർട്ടി എന്തായാലും കാണാം. നിങ്ങൾക്ക് ഇപ്പോഴും നല്ല സൗണ്ട് ഒക്കെ ഉണ്ടാവില്ല, നല്ല റിവർ ഫ്ലോയിങ്ങിൻ്റെ, അതെല്ലാം രാവിലെ നല്ല രീതിയിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തെടുത്ത് എടുക്കാം. കോലിട്ടിളക്കിയ ഡാം. ലെറ്റ്സ് എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ നേച്ചർ. ഭയങ്കര ഇംഗ്ലീഷൊക്കെ ഇപ്പോൾ. ഞാൻ അനുരാഗിൻ്റെ ഒപ്പം കൂടിയ പിന്നെ അനുരാഗ് ഞാൻ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിലും ഇനി ഇംഗ്ലീഷൊക്കെ വന്നു തുടങ്ങി. ക്ഷമിക്കണം, പയ്യെ മാറ്റിയെടുക്കാം. കുറച്ച് ടൈം തന്നെ, ഞാൻ പെട്ടെന്ന് അത് മാറ്റിയെടുക്കാം. റോക്ക് ഫോൾ സോൺ. അപ്പോൾ എന്തായാലും തീരുമെന്ന് ഉറപ്പായി. ഈശ്വര, ഇത് റോക്ക് ഫോൾ സോണാണോ റോക്ക് ഫോളിങ് സോണാണോ? ഇവിടെ കല്ല് വീണോണ്ടേ ഇരിക്കുന്നു.
ഇവിടെ വീണ കല്ല് അവരപ്പം തന്നെ പൊടിച്ച് മണ്ണാക്കി വിൽക്കും. അതാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. നോക്കിയോ വണ്ടി ഓടിച്ചോണ്ടിരിക്കണേ. ഞങ്ങൾ പോണാണോ നല്ല രസമുണ്ടല്ലേ നിങ്ങൾക്ക്? ഒന്ന് വന്ന് ഇതൊക്കെ ഇട്ടെന്ന് ഓടിച്ച് നോക്കാം, അപ്പം അറിയാം. അയ്യോ അത് തന്നെ.